പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 4 തീയതി തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന
ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാർ പഠിക്കാറെത്തി അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട് ഞാൻ സെമിനാർ പഠിക്കുന്ന കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും, ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ, റീ എന്ന് അവിടെ പറയണത്. റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുന്ന അതിന് അർത്ഥം. പഠിക്കുന്ന സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. ഇതേ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലി അതാണ്. ഇപ്പോൾ ഈ ദൈവത്തിലെ ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്, അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ റീ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറ ചിരിച്ച്, കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറ വന്ന് എബ്രാഹും ആ അതിൽ പെട്ടുപോയി. സാറ ചിരിച്ചപ്പോൾ എബ്രാഹത്തിന് സാറാനെ ഒന്ന് ശാസിക്കാമായിരുന്നു, പക്ഷെ എബ്രാഹിം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത് ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രാഹിമിന് തോന്നിയില്ല. 18:10 കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് ഇതിനകത്ത് ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 11 വായിച്ചേ. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിനകത്ത് തീർച്ചയായും തിരികെ വരും. തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോ അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അപ്പൊ എന്താണ്? ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും.
അപ്പോൾ തീർച്ചയായും നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച്. ആ ചിരിച്ചു കഴിഞ്ഞാലുള്ളവരുടെ കുഴപ്പം വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഹെബ്രായർ 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതാണ് വചനം. ഇപ്പൊ ഇവിടെ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്? ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്? ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവൻ പറഞ്ഞ ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പറയുകയാണ്. അല്ലെങ്കിൽ എബ്രാഹിം കൊണ്ടുവരുക ലോത്തിനെ. ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാ കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ച മുടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്? അവനവിടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി. വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച് പരുക്കനായി. സാറായിക്ക് ലോത്തിന് സംശയം. എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെയും കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ. ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവിടെ ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കരമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു. പിന്നെ ജോഗിങ് അല്ലല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ. ഞായറാഴ്ച എങ്ങനെ പോയി താമസിക്കും, കുർബാനൊക്കെ പോകത്തില്ല. കാര്യം എന്താ? അവർക്കിനിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ട് പാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിന് മറന്ന പണി കിട്ടും. അതായത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായത് ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മൾ ഇത്തിരി രക്ഷപ്പെട്ട് കാണുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റണക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പറയുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറ പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും. അതുകൊണ്ട് ആകരണ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാ പറഞ്ഞ കേട്ടില്ലേ? സാറാ പറഞ്ഞ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ എതിരെ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാ പറഞ്ഞ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചെയ്തുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു. ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറയുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ഹാഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹിം മരത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്. സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ
നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ അതിനേക്കാൾ വലിയ ഇനി വരാമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ്. ശരിക്കും എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച് സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. ഹാഗർ പറഞ്ഞ സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മതത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാവകാശം വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.